സർ, KSRTC ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് പിടിച്ച സർക്കാരാണിത്. പൊതുമേഖലയെ ഇറച്ചി വിലയ്ക്ക് വിട്ടുകളയണം എന്ന വലതുപക്ഷ സമീപനമല്ല ഞങ്ങളുടേത്. സർ, കേരളത്തിലെ KSRTC ജീവനക്കാർ ഇപ്പോൾ ശമ്പളം വാങ്ങുന്നത് എല്ലാ മാസവും 1-ാം തീയതിയാണ്. പ്രതിമാസം 125 കോടിയോളം രൂപയാണ് ശമ്പളവും പെൻഷൻ നൽകുന്നതിനായി സർക്കാർ KSRTCക്ക് കൃത്യമായി നൽകി വരുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നാളിതുവരെ KSRTCക്ക് നൽകിയത് 8525.43 കോടി രൂപയാണ്. ഒന്നാം പിണറായി സർക്കാർ 5002 കോടി രൂപയും ഉമ്മൻചാണ്ടി സർക്കാർ 1466.79 കോടി രൂപയുമാണ് KSRTCക്ക് നൽകിയത്. സർ, കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ വ്യവസായ വളർച്ചയോടുകൂടി കാലമായിരുന്നു. സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ചത് 3.92 ലക്ഷം സംരംഭങ്ങളാണ്. കേരളത്തിലേക്ക് വന്ന നിക്ഷേപമാകട്ടെ 22,000 കോടി രൂപയുടേതും ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങൾ 7.5 ലക്ഷവുമാണ്. സർ, രാജ്യത്തെ വ്യവസായ സൗഹൃദ റാങ്കിങ്ങായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1-ാം സ്ഥാനത്താണ്. സർ, സംസ്ഥാനത്തെ IT കയറ്റുമതി 1-2 പിണറായി സർക്കാരിൻ്റെ കാലത്ത് 8,500 കോടി രൂപയിൽ നിന്നും 26,252 കോടി രൂപയായി വളർന്നു. പുതുതായി 100 ലക്ഷം ചതുരശ്ര അടി IT തൊഴിലിടം നാം സൃഷ്ടിച്ചു. സർ, സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന IT കമ്പനികളുടെ എണ്ണം 650-ൽ നിന്നും 1,160 വർദ്ധിച്ചു. സർ, വ്യവസായവും നിക്ഷേപങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിക്കുന്നതിനൊപ്പം നമ്മുടെ അടിസ്ഥാന മേഖലകളും വികസിക്കുകയാണ്. സർ, ഈ സർക്കാർ ചുമതലയേറ്റതിന് ശേഷം നെല്ലിൻ്റെ സംഭരണ വില 30 രൂപയായി ഉയർത്തി. സർ, റബ്ബറിൻ്റെ താങ്ങുവില 200 രൂപയായി ഉയർത്തി. നെല്ല് സംഭരണത്തിനായി ഈ സർക്കാർ ചെലവഴിച്ചത് 2,720.15 കോടി രൂപയാണ്. സർ, ഈ സർക്കാർ നാളിതുവരെ വിപണി ഇടപെടൽ നടത്തുന്നതിനായി സപ്ലൈകോയ്ക്ക് നൽകിയത് 3,435.28 കോടി രൂപയാണ്. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്ത് 5,82,908 പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചു. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്ത് വിതരണം ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം 2,33,947 ആണ്. സർ, സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയത് 10 ലക്ഷം ഹെക്ടർ ഭൂമിയിലാണ്. സർ, സംസ്ഥാനത്ത് ഈ സർക്കാർ നൽകിയ പുതിയ വൈദ്യുതി കണക്ഷനുകൾ 15,51,609 ആണ്.